ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡീൻ്റെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്. ഗ്രൂപ്പ് ഡീൻ്റെ മാച്ച്. ചേടാ ആ സ്വിച്ച് മാറിപ്പോന്ന്. ഈ കളിയിൽ 14 ടീമുള്ളൂ. എല്ലാ IMDX മാത്രം ഒരാളുണ്ട്, പക്ഷെ പുള്ളി കളിക്കുന്നതാണ് ഷുട്ടു. CK 3 പേര്, S7 3 പേര്, ബാക്കിയുള്ളവരൊക്കെ 4 വെച്ചിട്ടുണ്ട്. WSL ഈ 4 ആൾക്കാർ, ടോക്കിയോയിൽ 4 ആൾക്കാർ, TGL 4 ആൾക്കാർ, SPD 4 ആൾക്കാർ, സോയം S7, റെഡ്എക്സ്. ഓക്കെ, ഇവന്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഗ്രൂപ്പ് സി തന്നെയാ. ഒരാളെ മാത്രം കൊണ്ടുപോയില്ല. കൊണ്ടുപോയി. ഓക്കെ, അവരൊക്കെ ഇപ്പോൾ പ്ലെയിനിൽ ഉണ്ടാവും. പ്ലെയിൻ സ്റ്റാർട്ടായി. മൊത്തം 51 ആൾക്കാരാണ് ഇതിൽ കളിക്കുന്നത്. എല്ലാ ടീമും ഇല്ല. ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യില്ല. എന്താ ആരും പോസ്റ്റും കാണിക്കാത്തത്? ഓക്കെ ഓക്കെ, മെല്ലെ മെല്ലെ വരുന്നുണ്ട്. പ്ലേയേഴ്സിൻ്റെ POV ഒന്ന് കാണണം കറക്റ്റ്. എങ്ങനെയാണ് പ്ലെയിൻ ഇരിക്കുള്ളതെന്ന് കാണാൻ. അവരുടെ പ്ലെയിൻ വ്യൂ. ഓക്കെ, സോണിൻ്റെ സെൻട്രലോട്ടായിട്ട് തന്നെയാണ് എന്തായാലും ഏറെക്കുറെ ടീം ഇറങ്ങുന്നത്. പക്ഷെ 2 ടീം മാത്രമേ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇവരും പോകുന്നുണ്ട്. പച്ചയും വൈലറ്റും. ഈ നീല ഏതൊക്കെ? CKയും WESും. ഇത് CKത്തെ ആള് വിട്ടുപോയതാണ്. അതെ, ഇത് 3 അല്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഉണ്ടായിരുന്നല്ലേ കളറ് സ്പ്ലിറ്റ് ആവാൻ നോക്കി. സ്റ്റാർ സീറ്റിൽ എന്തായാലും ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. ലാൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. S7 സ്റ്റാർ സിറ്റിക്ക്. യെസ്. ഇല്ല, ഞാൻ കിടന്ന് അഴയുന്ന ഇവിടെ. ഓക്കെ, ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയ്യോ, മറ്റേ മാൻഷനിൽ 2 ടീം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഫസ്റ്റിൻ്റെ അടിയാണെന്ന് തോന്നുന്നുണ്ട്. അതെന്ത് എനിക്ക് കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ സ്വിച്ച് ചെയ്തായിരുന്നു. ഇല്ല ഇല്ല, ഞാൻ പറയില്ല ഇല്ല ഇല്ല ഇല്ല, ഞാൻ പ്രഡിക്ഷൻ പറയാറില്ല. അതെ അതെ അതെ. ഡെസ്ക് ടോപ്പ് ഓടി ഓഫായിരുന്ന. എല്ലാരും പലയിടത്തും. ഒരാൾ ഇത്ര ഒറ്റയ്ക്ക് ഇറങ്ങി. SOM ഇവര് ഒരുമിച്ചിട്ടുണ്ട് ഇവിടെ, പക്ഷെ ലീവ് ചെയ്ത്. SOM ഒറ്റയ്ക്ക് ഒരാളിരിക്കുന്നു. ആ സ്റ്റേജിലുള്ള അടുത്തല്ലേ? പിന്നെ അത് ഒറ്റയ്ക്ക് ലൂട്ട് ചെയ്യാനായിരിക്കും. ഒരാളുള്ള ഏതോ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ. ഒരാൾ മാത്രമുള്ള ടീമാ? ഏതോ ഒരു ടീമിൽ ഒരാൾ മാത്രമേ ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ബ്ലൂ 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 ബ്ലൂ. എല്ലാരും സ്പ്ലിറ്റ് ആയിട്ട് ഇറങ്ങും. ഒരാൾ റീകോൾ സെന്ററിന്റെ അവിടെ നിൽക്കുന്നത്. അതെന്താ? അത് വെച്ചിട്ട് ഇപ്പം നിർത്തിയതാവും. ബാക്കിയുള്ള 3 ആൾക്കാർ അടിക്കാൻ പോയിട്ട് പ്ലാൻ വല്ലതാവും. പക്ഷെ ആദ്യമായിട്ടാട്ടോ സിറ്റിയിലൊരു ടീമിനെ കാണുന്നത്. സിറ്റിക്കകത്ത് 777 ആണല്ലേ?
ആ വഴിക്ക് കെസിനോട് അവിടെ വരെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ആ ഒരു പരിസരം വരെ. അടിയിലോട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അത് തന്നെ. ഒരാള് മറ്റേ ബാക്കപ്പിനായിട്ട് റീകോളിൽ അവിടെ നിർത്തി, ബാക്കി അവന്മാര് ലോങ് ഇറങ്ങി. അതാ. പക്ഷെ റീകോളിൽ അടുത്ത് നിർത്തിയവന്മാരുടെ ആളുണ്ട്. അല്ലല്ല എനിക്ക് തോന്നുന്നു MDX അത്രേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ MDX. ആ ഷുട്ട് മാത്രമേ അല്ല ഉള്ളൂ. ബ്രോ, മേളിൽ നോക്കാം, മറ്റേ സാനിറ്റി സൈഡ് നോക്ക്. അല്ലല്ല അത് ആ വേറെ നമ്മളാ ടീമാ. അത് വേറെ ടീമാ. അത് MDX SPDയാ. അല്ല. അല്ലല്ല MDX ഒരാളേ ഉള്ളൂ. ഒറ്റൊരാൾ ഈ റൗണ്ടിൽ ഇറങ്ങുന്നുള്ളൂ. ആണോ? Yeah. ഒറ്റയ്ക്ക് കളിക്കാനായിരിക്കും പയ്യന്റെ പ്ലാൻ. മാസ് അവിടെ ഇറങ്ങി ലംബർയാർഡില്. ആ TG എവിടെ? TGന്റെ കളർ ഏതാ? ആ പിങ്ക്. പവർ പ്ലാന്റ് അകത്ത്. പ്ലാന്റ് അകത്താ. ടീച്ചറിന്റെ ഒരു പ്ലെയർ മാത്രം പക്ഷെ മാറിപ്പോണ്. മറ്റേ ജയിലിന്റെ അടുത്തോട്ട് ലക്ഷ്യം വെച്ച് പോന്ന്. അഖിൽ ചോട്ട്. SPD എല്ലാം ഓ എനിക്കൊന്ന് ലോട്ട് ചെയ്യാൻ വേണ്ടി നിന്ന്. SPD കുറെ AFK വെക്കുന്നു. അല്ല ലൂട്ട് ചെയ്യാൻ ചിലപ്പോ. ശരി, ഇൻവെന്ററി ഇതാക്കുമായിരിക്കും. അടിയാവാൻ ഇപ്പം ആരും കാണുന്നില്ലല്ലോ അടുത്തൊന്നും. അറിയാനുള്ള ചാൻസ് ഒന്നും ഇല്ല ആരും. ഇവരടുത്തുണ്ട് WESഉം ടോക്കിയോയും. പക്ഷെ കുറച്ചപ്പുറത്താണ്, എന്നാലും അടുത്താണ്. ആ ഇവിടെ നിന്ന് കുറച്ച് അല്ലല്ല. വൈലറ്റ് ഏതാ? തിയേറ്റർ വയലറ്റ്. വയലറ്റിൻ്റെ അവിടെ ഒരു മഞ്ഞ ഷുട്ടോന്റെ അടുത്തൊരു ടീം വന്നല്ലോ. അവിടെ ഫൈറ്റ് കിടക്കുമായിരിക്കും മിക്കവാറും. CSK. ഷുട്ട് ഓടിച്ചിരിക്കുന്നു. ക്യാമ്പിക്ക. തോന്നുന്നു. ഇവരിവിടെ ഫ്രണ്ടിലുണ്ട്. CSK. നാല് പേര് ഇല്ല, മറ്റേ സേഫ് ആയെന്ന് തോന്നുന്നു. അപ്പൊ എന്നാലും അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. പുള്ളി കഴിഞ്ഞ കളി കളിച്ചതാണ്. കഴിഞ്ഞ കളിയിൽ ഇവരല്ലേ MDX അല്ലേ ജയിച്ച്? കഴിഞ്ഞ MDX അല്ലല്ലോ, വേറെ ഏതോ പറഞ്ഞല്ലേ ജയിച്ചേ? MBX ആയിരുന്നല്ലേ? ഇത് പറഞ്ഞല്ലേ MN അല്ലേ? MBX തന്നെയല്ലേ ഇതോ? അത് ഡി, ഇത് ബി. ഓ ഇത് MB ഇത് ഡി. ആണ്. ശരിയാ. ഒറ്റയ്ക്ക് കളിക്കാൻ തോന്നുന്നു. ഇവിടെ ഒരാൾ കയറി അകത്തോട്ട്. കാണുകയാണെങ്കിൽ അടിയാവും. 69 വിളിച്ചിരിക്കുക. അവൻ ലൂട്ട് ചെയ്യാ അറിഞ്ഞിട്ടില്ല. കവറില. നോ ലൂട്ട്. അത് എവിടെയാണ് റെഡ് എക്സ്? ഇവര് രണ്ടൊരു മതിലിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. ഇവൻ കണ്ടെന്ന് തോന്നുന്നു. ഇല്ലില്ല, മറ്റേ ആൾ അനങ്ങാൻ നിൽക്കുന്നു. ചാടി ഫൈറ്റ് ആയി. ഓയ്യോ അവനടിച്ച് ഡയറക്റ്റ് അടിച്ചിട്ട്. ഓ ഹെൽമെറ്റ് എന്തോ ഇല്ലായിരുന്നു. അവൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഡയറക്റ്റ് ഇല്ല. നോക്കായില്ല. അല്ല അവന് ടീം ബാക്കിയുണ്ട്. ഇവിടെ ലൂട്ടുന്നു. പക്ഷെ എന്താണോ നോക്കാ വരുന്നത്? നോ ലൂട്ട്. വേറെ എവിടെ സൈറ്റ് കിടക്കുന്നു? ഇവന്മാരെല്ലാം അടുത്തോട്ട് വരുന്ന കേട്ടാ പയ്യന്റെ. മൂന്നാൾക്കാരും എല്ലാം കയറുന്നുണ്ട്. വേറെ എവിടെയും പക്ഷേ ഫൈറ്റ് അടക്കാൻ ചാൻസ് ഇല്ല ഇപ്പൊ. എല്ലാരും ഓൺ ഫുട്ട്, വണ്ടി കളഞ്ഞ് ഓൺ ഫുട്ട് കയറിയിരുന്ന മറ്റേ ഇരിക്കുന്ന അവിടുന്ന്. ഷുട്ടും അങ്ങോട്ട് കയറിയല്ലോ. അവര് മുമ്പിലോട്ടല്ല കയറിപ്പോണത്. അല്ലല്ല, ഷുട്ടും അങ്ങോട്ട് പോവല്ലേ? അവര് ബാക്കിലല്ലേ? അല്ല അവരുടെ അടുത്തോട്ടാ കയറിപ്പോണ. ഓടി കയറുന്നു. കണ്ട് ലൂട്ടും ആണ് പക്ഷെ അറിയില്ലെന്ന് തോന്നണവര്. അവര് അങ്ങ് ഏറ്റവും അവരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. അവരും കണ്ടിട്ടില്ല.
അല്ല എനിക്ക് വണ്ടി ഇല്ല, വണ്ടിയുടെ ഒരു വണ്ടി എടുത്ത് പോകുന്നു. വണ്ടി എടുത്ത് കണ്ട് കണ്ടെന്ന് തോന്നുന്നു. യാ കണ്ട് കണ്ട്. ആ കണ്ട് ഓ ചുട്ടൂരടിയിട്ട് ഒരു ബുള്ളറ്റും ഉണ്ട്. മോൺസ്റ്ററാന്ന് തോന്നുന്നു. പുള്ളി ഒറ്റയ്ക്ക് ഈ ഓടിച്ചത് ലോബിയിലുള്ളൂ അവരുടെ ടീമിൽ നിന്ന് MDXന്ന്. കറങ്ങി ഫ്ലാങ്ക് ചെയ്ത് കയറുന്നുണ്ട്. ഓ ഇവരിവിടെ എത്തി. ആ, പുള്ളി ചുറ്റും മാറി കുറച്ചേരായിട്ട് പോച്ചേ കയറി. ഉം. ഓരോരുത്തരായിട്ട് വീഴുന്നുണ്ട്. ആ ഇല്ല ഒരുമിച്ച. ഇല്ല ഒരുമിച്ച് കയറുന്നുണ്ട് അങ്ങോട്ട് തന്നെ. കണ്ടാ ഇല്ല കണ്ടിട്ടില്ല. വെറുതെ നോക്കി വരുക. ചുട്ടു രക്ഷപ്പെട്ടാളാ ഉള്ളിലോട്ട് കയറി പോണവര്. ആ കണ്ട്. കണ്ട ആ മേളിൽ ഓടി കാണാം വൈറ്റ്. ഇല്ല കണ്ടിട്ടില്ല. അത് വെറുതെ അടിച്ചു നോക്കിയാ. കണ്ട വെറുതെ അടിക്കുക. ഓ അങ്ങോട്ടന്നെ പോയല്ലേ. ഞാൻ വെള്ളമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെന്ന് ചെറുതായിട്ട് കാണാം. ചെറുതായിട്ടാണ്. ചിലപ്പോ അവരുടെ പ്യൂര് വീണ്ടും കാണുന്നുണ്ടാവും. ഈ റീഷീറ്റ് എന്തെങ്കിലും കാണത്തില്ല. കിട്ടിട്ടുണ്ടെങ്കിൽ ചിലര് വരിട്ടുണ്ടാവില്ലല്ലോ ഇപ്പൊ. ഇട്ട് കാണുമായിരിക്കും. ഇതാണല്ലോ ഇപ്പൊ എല്ലാരും റഷ്യയുടെ യൂസ് വെക്കുന്നുണ്ട്. ശിവമാർക്ക് ഈ സമയം കൊണ്ട് മറ്റവനെ പോയി റീകോൾ ചെയ്യായിരുന്നു. അല്ല ഇവിടെ തന്നെ ഉണ്ട് റീകോള്. തൊട്ടും പിന്നെ വേറെ ആരും പോസ്റ്റ് ചെയ്തവരെ മാറിയിട്ടില്ല. എല്ലാവരും അവിടെ തന്നെ ഇറങ്ങിയോടെ തന്നെ. ഇവിടെ പവർ പ്ലാന്റിന്റെ അകത്ത് 2 ടീം അവിടെ അടി കിടക്കുന്നു. TGA വേഴ്സസ് TGയും TGയാ. ഓ ഇത് മറ്റേ ഇവരുടെ വേറെ ടീമാണ്. ഡൊമിനിക് 1 HP. ഓക്കെ റെഡ് ഡെക്സ് ആണ്. ഇവിടെ പവർ പ്ലാന്റ്. TGA വേഴ്സസ് റെഡ് ഡെക്സ്. പിന്നാലെ ഓടുന്നുണ്ട്. അയ്യോ അയ്യോ പണി കിട്ടി. അതിൻ്റെ അകത്ത് ഗ്യാസ് ലീക്കായി. ഓ കഴിഞ്ഞ ഇവിടെ ഒരു അടി പൊട്ടിയായിരുന്നല്ലോ കഴിഞ്ഞ കേട്ടോ. സെയിം സ്ഥലത്ത് ആണോ? കഴിഞ്ഞ കളിയിലല്ലേ? കഴിഞ്ഞ മാച്ചില് KTD വേഴ്സസ് വേറെ ഏതൊരു ടീം. പുഷ്പ മാത്രമേ ഉള്ളൂ അതില്. പുഷ്പ ഓടുന്നു റീകോളിനാണ്. പുഷ്പ വേറെ ആളുണ്ട്. രണ്ടുപേര് ഡൗൺ ആയി. മാത്രം ഉണ്ടാവും. ഒരാ റീകോളിലോട്ടാ. വേറെ അടി കിട്ടുന്നു. ക്രൈസ്റ്റും പുഷ്പയാണ് ബാക്കിയുള്ള. ഞാൻ അടി പൊട്ടുമോ? വേറെ എവിടെ നമ്മുടെ എയർഫീൽഡിന്റെ അവിടെ അടി പൊട്ടാൻ സാധ്യതയില്ലേ? മറ്റേ നീലയും മഞ്ഞ്. പക്ഷെ ഒരു അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. ലോങ് ആണ്. നോക്കിട്ട് വരാൻ സെയിം നീല തന്നെ അടിയില്ല. അവിടെ കണ്ടുവിട്ടാൻ ചാൻസ് കുറവാ. ഇല്ല അമ്മരെല്ലാം ഔട്ട്പുട്ട് അവിടെ. മറ്റേവരങ്ങ് പോയി തോന്നുന്നു. മാപ്പോത്തടിയാണ്. പക്ഷെ സോൺ വരും. ഇപ്പൊ കണ്ട സോൺ ഇതാണ് സോൺ. ഇത് കുറച്ച് ഇങ്ങനെ ചെറുതായി വന്നിട്ട് ചെറിയ സോണാവും. മറ്റവനെ കാണാനായി ഷൊട്ടുവിനെ. ഓപ്പണില് ഇല്ല ഷൊട്ട് വന്നിട്ടില്ല. പുഷ്പനെ അടിച്ചല്ലോ. റീകോളിലവിടെ പോയി അടിച്ച് അവര്.
റൈസും റെഡ് എക്സ് ഡൗൺ ആയി, എലിമിനേറ്റ് ആയി. റെഡ് എക്സ് ഡൗൺ ആയി. ഉം. ഓക്കെ, റെഡ് എക്സ് അങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. എനിക്കോണ് ഇതിൽ ഫസ്റ്റ് ടീമാണ് എലിമിനേറ്റ് ആയി. വേറെ ടീം കൂടെ ആയിരുന്നിരുന്നോ? ഇല്ല തോന്നുന്നു ഫസ്റ്റ് ടീം റെഡ് എക്സ്. ഇനി വേറെ മടിയില്ല കുട്ടാൻ. മറ്റേ വണ്ടി എടുത്ത് പോയി തോന്നുന്നു, ഒറ്റയ്ക്ക് MDX പയ്യൻ. പോയവൻ വണ്ടി എടുത്ത് പോകാൻ തോന്നുന്നു. ഈ കിടക്കാനുള്ള കീബൈൻ്റെ ഏതാണെന്നറിയോ? റെഡാണ് തോന്നുന്നു. റെഡ് അല്ലല്ലോ, ഈ ലെഫ്റ്റ് അല്ല റൈറ്റ് കൺട്രോൾ. ആ ഓക്കെ ഓക്കെ, അതാണ്. ഇതേ ആരോ ജോസൂട്ടി തിരിച്ചു വന്ന് ഇതോടെ മറ്റേ പുള്ളി നൈസായിട്ടങ്ങ് മാറി. 777 സോൺ ആദ്യത്തെ കളി ഉണ്ടായിരുന്ന ആദ്യത്തെ കളി അടി തുടങ്ങുമ്പോഴത്തേനെത്തിയായിരുന്നു. CMന്റെ അൺലക്കി ആയിരുന്നു CM അവിടെ. ഒരാളും ഇങ്ങനെ രണ്ടുപേരും ഡൗൺ ചെയ്തു, പക്ഷെ ഞാൻ കണ്ടില്ല അവരെ. സോണി വീണു. സോണി രണ്ടുപേരല്ല 3 പേര് സോണി വീണു അവിടെ. അവസാനത്തെ ടീം അങ്ങനെയല്ലേ പോയത്. മറ്റേ സെക്കൻഡ് മാച്ചില് DD എന്തായിരുന്നു ഒരു പേര്, ഓഡിയോ DD. അവര് നേരെ വണ്ടി കൊണ്ട് സോണിന്റെ പുറത്തോട്ട് പോയി. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അടിക്കണ്ടായിരുന്നു. WC ഒരാള് ലാസ്റ്റ് മാനായി. MDX വെറുതെ കിട്ടിയത്, ഞങ്ങളത് ചെയ്തില്ലത്. അതാ അവർക്ക് നല്ല പൊസിഷനും എല്ലാം കിട്ടിയിരുന്നു. അല്ല MDXന് പക്ഷെ അത്യാവശ്യം, അല്ല WCനായിരുന്നു അത്യാവശ്യം പിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലവനും കളിച്ചില്ലേ DD എന്തോ റോണിയാ. DD അവിടെ ലാസ്റ്റ് ടൈമിൽ ഫൈറ്റ് ആയിരുന്നു വേറൊരു സ്ഥലത്ത്. എല്ലാരും ക്യാമ്പിങ് ആണെന്ന് തോന്നുന്നു. വണ്ടി എടുത്തിട്ട് ആരും ഇറങ്ങിയിട്ടില്ല. ഇതിപ്പോ ആകെ ഒരു ടീം മാത്രല്ലേ, മറ്റേ റെഡ് എക്സ് മാത്രം എലിമിനേറ്റ് ആയി. റെഡ് എക്സ് ഫസ്റ്റ് ടീം. വണ്ടി ലൂട്ടിങ്ങാണല്ലോ എല്ലാവരും. ലൂട്ടി കഴിയുന്നില്ല ആരും. SPD ഫോർട്സ് കൂടെ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതുവരെ. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് അടുത്തുള്ളത് ടോക്കിയോയും WS കുറച്ചെങ്കിലും അടുത്തുള്ളത്. മറ്റേ പ്ലെയിൻ്റെ ബൈക്ക് ഉണ്ടല്ലേ MDX. ഒറ്റയ്ക്ക് കളിക്കുന്ന ഷിട്ട്. അല്ല മാസിൽ ഒരാൾ സോൺ ഔട്ട്. അത് മറ്റേ അല്ല വണ്ടി ഉണ്ട് ഇവിടെ. TG KD അടി പടിയാവും മിക്കവാറും. മറ്റേ വിൻഡ് മില്ല് മാരിക്കൂടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. അടി കുട്ടിയല്ലേ. വണ്ടിയാണ് വണ്ടിയിലൊക്കെ വെടിവെക്കുന്നത്. ഉള്ളതാ. ഫസ്റ്റ് ആർക്കും അത് കിട്ടിയില്ലായിരുന്നു, ആ വണ്ടിയിലിരുന്ന് വെടിവെക്കുന്നത് ഫസ്റ്റ് റൗണ്ട്. അങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ലത്. ഫസ്റ്റ് റൗണ്ട് വീഡിയോയും കുറവായിരുന്നല്ലോ. രണ്ടാമത്തേല് കുറെ ആൾക്കാർ അടിച്ചോണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച അവരെന്നെ മാലിക്കുവാക്കി ഇരിച്ചോടും. ഇതെന്താ TG 5 അഖിൽ ജോഡ്, ജോഡക്സ്, കൊച്ചുഞ്ഞ്, ജോസുട്ടി. അപ്പൊ അത് വേറെ ടീമാണ്. ഇനി KD. KD ആളുടെ ഒരാളുടെ ടാഗ് എടുക്കുന്ന TG ആണ്.
അപ്പം മാലിക്ക് അവരുടെ ടീമിലുള്ളതാ. അതാ സ്വന്തം ടീമിനെ അടിക്കുന്നു പറഞ്ഞില്ലേ, അത് ഓപ്പോസിറ്റ് ടീമായിരുന്നു. കേടിയോടെ ഇറങ്ങി. തിരിഞ്ഞ് ഇറങ്ങിയിട്ടില്ല തന്നെ തന്നെ. അയ്യോ കൊണ്ടുപോയി. പക്ഷെ ഈ കേടിയുടെ ഒരാള് വേറെ തെറ്റത്താണല്ലോ. ഗണ്ണിന് നല്ല റേഞ്ച് ഉണ്ട്. കേടി ഒരാള് അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. റിവേഴ്സ് ഒക്കെ എടുത്ത് വരുന്നു. ഓ അടിക്കാനുള്ള പരിപാടി തന്നെയാണ്. മറ്റേ വണ്ടി നൈസായിട്ട് ബാക്കി കുത്തിക്കാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്ത്. ഒരു ബാക്കിൽ നിന്ന് മെല്ലെ കയറി വരുന്നുണ്ട്. മോളിൽ അടിക്കുന്നു. ഒരാളുടെ ഡൗൺ ആയല്ലേ, തട്ടിയിട്ട് പോകുന്നുണ്ടല്ലേ. ഒറ്റയ്ക്കോടുന്ന അവിടെ വേറെ അടി താരൊക്കെ ഇരുന്ന്. SPD വേഴ്സസ് 777. ഒരാളിപ്പോൾ ഡൗൺ ആവും. ക്രാറ്റോസ് WNL ഡൗൺ. മുകളിൽ വന്ന് വണ്ടിയിലിരുന്ന് വെടിവെക്കുന്നു, ഇറങ്ങുന്നില്ല. അയ്യോ ഇടിച്ചു കൊണ്ടുപോയി. ഒരാടിച്ച് നിലത്തോട്ടിട്ട് ലാസ്റ്റ് മാനാണോ അത്? ലാസ്റ്റ് മാൻ തോന്നുന്നത്. ഇല്ല കേട്ടാ, ഒരാളും കൂടി അപ്പൊ ബാക്കിയുണ്ട്. നീ നടക്ക് എഴുതി കാണിക്കണ്ടല്ലേ. ആ 777 അല്ലേ ഇപ്പൊ ഡൗൺ ആയത്? ഒരാള് വേറെ എവിടെ റീകോളിന്റെ അവിടെ നിർത്തി വന്നില്ല ഒരാള്. ആളിപ്പോഴും അവിടെ തന്നെ. അല്ല അടിയിലൊരു റെഡ് കണ്ട 777. ഓ മറ്റേ ഒറ്റക്ക് വേറെ വേറൊരു റെഡ് ഉണ്ട് അവിടെ. ഒരു കളി 25 ടീമാണ് ശരിക്കും ഫിക്സ്റ്റേഴ്സ് ഇട്ടിരിക്കുന്നത്, പക്ഷെ എല്ലാരും വന്നിട്ടില്ല. ഡയറക്റ്റ് കില്ല ആവുന്നു. റിവൈവ് ആയല്ലേ, റീകോൾ ആയല്ലേ. കേടി ഒരാളിവിടെ ഉണ്ട്. ഒരാൾ പിന്നാലെ വരുന്നു. TG അഖിൽ ചോട് പിക്ക് ചെയ്യാൻ ആളൊന്നും. അപ്പൊ മൾട്ടിപ്പിൾ ഫൈറ്റ് നടന്നാൽ എങ്ങനെ സ്പെക്ക് ചെയ്യും? അതിപ്പോ എങ്ങനെ സ്പെക്ക് ചെയ്യാനാ? രണ്ടു സ്ഥലത്ത് ഒരുപോലെ നിൽക്കാൻ പറ്റില്ല. എൻഡിൽ നിന്ന് കളിക്കുക. സോണോട്ടിൽ പെട്ടെന്ന് ആവുന്നുണ്ട് ഇപ്പോ. ഒരാൾ അവിടെ തന്നെ നിൽക്കുകയാണല്ലേ. കറക്റ്റ്. റീകോൾ ചെയ്തിരിക്കും. സോണോട്ടിൽ തന്നെ നോക്കായതോ.
ഓ അപ്പോൾ അവർ വെയിറ്റ് ചെയ്തായിരിക്കും ചാവാനായിട്ട്. ആറ്, ഒമ്പത്, 13 ടീമിനി. ചിലപ്പോൾ സഹിക്കാം. RC അവരുടെ അടുത്ത ആളുണ്ട്. അടുത്ത സോണും ചെറുതായി പാസിൽ ഇനി നല്ലോണം വരണം ഇങ്ങോട്ട്. പക്ഷെ എന്നാലും അവർക്ക് വരണ വഴിക്കൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല. ലൂട്ട് കൊണ്ടെന്ന് തോന്നുന്നില്ല. ആ സേഫാണ്. അഡ്മിൻ സ്പെക്കിൽ ഐ ബട്ടൺ വർക്കാണ്. ഓ ഇത് ഓ SPD RCB റബൽ SPD RCB ഫൈറ്റ് ആയില്ല. അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. ഇപ്പുറത്തല്ലേ റിബൽ ബിൽഡിങ്ങിന്റെ അവിടെ അല്ലേ? RCB റബലും മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. 1 2 4. ഓ ഇതല്ലേ. ഓ ഇങ്ങനെ സ്പെക്ക് ചെയ്യാലേ. എങ്ങനെ? മറ്റേ ഐ ബട്ടൺ ഞെക്കിയിട്ട് ഓരോ പ്ലെയറിനെ ഐ ബട്ടനെ മറ്റേ F9 ഞെക്കിയിട്ടേ ഓരോ പ്ലേയേഴ്സിനെ വെച്ചിട്ട്. മാസ് കയറുന്നല്ലോ. മാസിന് സോണി കയറണം. പക്ഷെ ഒരാളിപ്പോഴും സോണോട്ടി നിൽക്കുന്നത് മിന്ന് 729 അവിടെ TGA KD വീണ്ടും അടിയാവുന്ന തോന്നുന്നുണ്ട്. അവര് കണ്ട്. മാസില് 3 പേരേ ഉള്ളൂ. ഒരാൾ നേരത്തെ നോക്കായില്ലേ പുറത്ത്? അയാൾ ചത്തില്ലേ? അതന്നെ ഇവിടെ നോക്കായി കിടന്നില്ല നേരത്തെ പുറത്ത്. അത് ഓ ഇവിടെ KD TGA അടിയായി. രണ്ടുപേർക്ക് നല്ല അടി കിട്ടി. പ്രഭാട മുൻകൂട്ടി കണ്ട അവിടെ പോച്ചക്കകത്ത് കയറിയിരുന്നു. ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട്. ഓ ജോഡക്സ് പീക്ക് വന്നിട്ട് ഡൗണായി. ഓ റബാഡ ഒരു പിക്ക് കിട്ടി. ഓ TG രണ്ടുപേരും നോക്കായി. അവര് ബാക്ക് വരിഞ്ഞ് റീകോൾ ചെയ്യാന്. അഖിൽ ജോണും ഡൗണായി. മുൻകൂട്ടി കണ്ടത് പുള്ളി റീകോൾ ചെയ്യാൻ പോയി. ജോസൂട്ടില്ല. ജോസൂട്ടി തന്നെയല്ലേ? ഇവർക്കായിരുന്നു അഡ്വാൻറ്റേജ്. TJക്കായിരുന്നു. അവര് മേളിൽ നിൽക്കുമായിരുന്നു. ഇവര് താഴെ ഓടി കയറിയത്. അയ്യോ അടിയിലടി. നീല് ടോക്കിയോ വേഴ്സസ് WS കൊണ്ട് കൊണ്ടുപോണ്. ഒരാൾ ഡൗണായി. രണ്ടുപേരും ഡൗണായി ടോക്കിയോയില്. കയറ്റാൻ വരികയാണ്. ഓ ഡൗണായി. ഒരാള് ഇവര് രണ്ടുപേരും ഡൗണായി. 1v2
ടോക്കിയോ ഒരാള്, WS രണ്ടാള്. ബോംബ് എറിയാൻ ബോംബാസ് നോക്കാ എന്തോടത്ത് എറിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ബോംബ്. ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ. ആ 30 വെച്ചതാ അരുക്ക് കറണ്ടപ്പോ നൈസായിട്ട് ഇട്ട് വെച്ചതാ. ടോക്കിയോ എലിമിനേറ്റ്. രണ്ടുപേര് മാസം അവിടെ റീകോൾ ചെയ്യാനെത്തി. പക്ഷെ അങ്ങോട്ട് വേറെ ടീം പുഷ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സോണിൽ കയറണം. ഒരു സോണോട്ട് ഇറക്കുറെ. മാസിന് ചിലപ്പോൾ അടി കിട്ടും അവിടെ. RCB മാസിന് ചിലപ്പോൾ ഫൈറ്റ് ആവും അവിടെ. അവർക്ക് സോണിൽ കയറണല്ലോ അതുവഴി കറങ്ങി കയറിയിരിക്കും. ഉണ്ടെങ്കിൽ അവര് വെയിറ്റ് ചെയ്യുമായിരിക്കും ആരെങ്കിലും വരാനായിട്ട്. അവിടെ തന്നെ കറങ്ങി നിൽക്കുന്നു. മറ്റേ വേറെ ടീമല്ലേ CSKയും 777 TG. അവർ റീകോൾ ചെയ്യല്ലേ വരുന്നുണ്ട്. പക്ഷെ അവർ സോണ് കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട് രണ്ടാൾക്കാരെ TGത്തെ. മാസിനെ വളഞ്ഞു കേട്ടോ അവിടെ. മാസത്തെ രണ്ടാള് ഉണ്ടല്ല, ഒരാൾ മുൻകൂട്ടി പോയി. സോണോട്ടി വേണ്ടതാ. ഇവർക്കും സോണോട്ടി പോണിട്ടു. മാസിനും S7നും അടിക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേര് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. S7 കയറി. ഞാനിവിടെ കാത്തിരിക്കുമായിരിക്കും അവർ കയറുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഡിവൈ വീണ് സോണോട്ടിൽ. മിന്നും വീണ്. രണ്ടും വീണോ? പിന്നെ മോളിലാ വിഷു നിലത്തേക്ക് വീണ് ചത്ത്. ഇല്ല ചത്ത്. CK ടോജിയുമാക്കി മോളിൽ നിന്ന് വീണ് ചത്ത്. ഒരു ബിൽഡിങ്ങിന്റെ എടുക്കാൻ പോണില്ലേ? അവിടെ ചെയ്സാണ് മാസില് ബാക്കിയുള്ള ഒരാളെ. SPD മാസ് ഡയറക്റ്റിനെ ചേസ് ചെയ്യുന്ന അവിടെ എല്ലാവരും ഒരു വണ്ടർ പിന്നാലെ പോണ്. ലാസ്റ്റ് വേനെന്ന് അറിഞ്ഞുകൊണ്ടാണ് സോണോട്ടേക്കാണല്ല. പക്ഷെ പോണേ അയ്യോ 4 ആൾക്കാരും 4 വണ്ടിയും കൊണ്ട് വരുന്നു പിന്നാലെ. ചെയ്ത് ഇടിച്ചിടിച്ചിടിച്ച് പെട്രോൾ എന്തോ ആയി. ഇറങ്ങി ചാടി ഇറങ്ങി ഡൗണായി. മാസം വൈപ്പായി ഇടിച്ചിട്ട് വണ്ടിക്കിട്ട് ഇടിച്ച്. അടുത്തത് S7 RCB അടിച്ചോണ്ടിരിക്കുക. വണ്ടിയിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പർപ്പിളും ബ്ലൂ ആണോ? അതിന്റെ ബാക്കി 777 ഉണ്ട്. എല്ലാരും ഇവിടെ വന്നു. ഒരാൾ ഡൗൺ അല്ലേ? പക്ഷേ അവര് 3 പേര്. ഒരാൾ താഴുണ്ട്. അവര് കണ്ടിട്ടില്ല. ആണ് അല്ല അത് രണ്ടുപേരല്ലേ KD-യിലെ? ഒരാളത് അടിച്ചിട്ട് KD ടൈറ്റാൻ അടിച്ചിട്ട് മോഡി എന്താ പറഞ്ഞത്? ഭയങ്കര വെളിച്ചം. അടുത്താളെ മണ്ണ് ചിപ്പിയാക്കി. മറ്റേ ടീം വൈപ്പായെന്ന് തോന്നണ്ടല്ലേ. RCB S7 അടിച്ചല്ലോ. അടുത്ത ടീം അതാ പിന്നെ കൂടെ വരുന്നു. KD-ക്ക് SOM അവിടെ റബ്ബ് എടുത്ത് ഒരാളെ. പക്ഷെ ഇവിടെ മേളി വേണമെങ്കിൽ ഇവർക്കും റബ്ബ് എടുക്കാം. അവര് പോയെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോണിലോട്ട് സോൺ എത്തല്ലേ.
3, 6, 8 ടീം ബാക്കിയുണ്ട്. 20 ആൾക്കാർ ഇവിടെ. ഓ, അവിടെ ഒരാൾ ഒറ്റക്കുണ്ടല്ലോ. ആ MDX ചുട്ടു വേഴ്സസ് ജോസുട്ടി. ഇവിടെ 1v1 നടക്കുന്നത്. ആർമർ പോയി. ഓ, അടിച്ച് ജോസൂട്ടിനെ അടിച്ച്. വൺ മാൻ വേഴ്സസ് ഷുട്ടോടെ ഇടക്കൂടെ വന്നിട്ട് പിക്ക് എടുക്കുന്നുണ്ട്. ആണല്ലേ? ആ, ജോസൂട്ടിനെ അടിച്ച്. ഒറ്റക്കാരെന്താ ആയിരുന്നുണ്ട്. അതാ കേടിന് ചേസ്. SOM SPD എലിമിനേറ്റ് ആയല്ലോ. സോണോട്ടി വീണെന്നാണ്. ഓ, ഡൗണായി. എസ്കിൻഡർ ഡൗണായി. SOMത്തെ കുറേ പേര് ഇപ്പോൾ സോണി വീഴും മിക്കാറും. ഓ, SOM ഒരാൾ കയറി RCയുടെ മുമ്പിലോട്ട്. വേണം തോന്നുന്നുണ്ട് കുറെ ആൾക്കാർ. SOM അതാ സോണോട്ടിക്ക് പോയി. അയ്യോ, ആർമർ പോയി. കയറി 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 എന്തോ ഇതിൽ കയറി. രക്ഷപ്പെട്ട്. RCB ഒരാൾ വേറെ സ്ഥലത്താണല്ലോ. 4 ടീം ബാക്കിയുള്ളൂ. അതാരാ? ആ, യാക്സി ഡൗൺ ആയതാണല്ലോ. ആ, ഉണ്ട്. ഇനി അടക്കാൻ സോണിലോട്ട് ഇവര് സേഫായിട്ട് കയറി. WES ആരാ വെള്ളത്തിൽ ചാടിയാ? സൗണ്ട് ഇട്ട്. RCB 2 പേരാണോ വണ്ടിക്കകത്ത്? ആ, 3 പേര്. RCB 3 പേര് സോണിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ കറക്റ്റ് 3 ടീം കൂടെ അല്ലേ? 4 ടീമുണ്ട്. അതിലൊരാൾ കത്തിക്കുമെന്ന് തോന്നില്ലേ? KD പോയാ പുള്ളി? പോയി. ആ, സോണ്ടാകത്തായിരുന്നു. 3 ടീം. ഇവര് ഫസ്റ്റ് അടിയാന്ന് തോന്നുന്നു. SOM അങ്ങോട്ട് പോണേ. 3 ടീമിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. WESൽ 3 പേര്, SOMൽ 2, SOMൽ 2. SOM ആണ് നടുക്ക് കിടക്കുന്നത് 2 ടീമിൻ്റെ. സോണ് കൊണ്ട് ചെറുതായി. RCB WES അടിയാവും തോന്നുന്നുണ്ട് അവിടെ. RCB പുഷ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. മാറി ലീവ് ചെയ്ത്. അയ്യോ, SOM അവരെ മുമ്പിലോട്ടല്ലേ കയറി പോണേ. ഓ, അയിടാ ഒളിച്ചിരുന്ന് അതിൻ്റെ അകത്ത് കയറിട്ട്.
RCB ആക്ച്വലി അത് കണ്ട് കേട്ടാ. മറ്റോരും പുഷ് ചെയ്ത് കറക്റ്റ് ടൈമിൽ ഇതേ എല്ലാരും push ചെയ്തു. അയ്യോ മോളിൽ നിന്ന് വന്ന് വീണ്. ഒരാളടിച്ച് അവിടെ ഒരാൾ ഡൗണായി. WS അയ്യോ. സോണായിട്ട് വീഴുന്നു. 2v2 ആണോ? 2v2. ഒരാൾ നോക്കാം WS. RCB 2 ആള്, WS 2 ആള്. WS നൈസായിട്ട് മുകളിൽ കയറി. പക്ഷെ പിന്നാലെ വരുന്ന RCB. കറങ്ങി കളിക്കുന്ന സോണ് വന്ന്. അയ്യോ WSനെ അടിക്കാൻ നിൽക്കാണ്ട് ഓടിയാ മതി. അടിച്ച് വീണ് സോണോട്ടി വീണ്. കിട്ടിയല്ലോ WS ജയിച്ചു. പുള്ളി സോണോട്ടിന്ന് വീണതുകൊണ്ട് ലാസ്റ്റ് വൻ. ഓക്കെ GG. അപ്പോ ഗ്രൂപ്പ് C WS ആണ് ജയിച്ചിരിക്കുന്നത്. GG.